ഹലോ സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി അതുപോലെ ഗെയിമിംഗ് എഡിറ്റിങ്ങിന് നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള മോണിറ്റർ, അതായത് നിങ്ങളിപ്പോൾ എഡിറ്റിംഗ് ആണെങ്കിൽ എഡിറ്റിംഗ്, ഗെയിമിംഗ് ആണെങ്കിൽ ഗെയിമിംഗ്, രണ്ടുകൂടെ കമ്പൈൻഡ് ആയിട്ടാണെങ്കിൽ അങ്ങനെ, അതല്ല നിങ്ങൾക്ക് വെറും പ്രൊഫഷണൽ എഡിറ്റിംഗ് 3D മോഡലിംഗ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് മോണിറ്റേഴ്സ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ സജസ്റ്റ് ചെയ്യുന്നത്. സോ ഇപ്പം നല്ല ഓഫറും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്, ബിഗ് ബില്യൺ ഓഫറൊക്കെ ഫ്ലിപ്കാർട്ടിൽ പോകുന്നുണ്ട്. ഇതിനകത്ത് ഞാൻ മെൻഷൻ ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റും ആമസോണിലുള്ള സെയിം ഐറ്റം ഫ്ലിപ്കാർട്ടിലുണ്ട്. നിങ്ങൾക്ക് ആമസോണിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫ്ലിപ്കാർട്ടിൽ പോയി സെയിം ഐറ്റം പർച്ചേസ് ചെയ്യാം. സോ നമ്മുടെ ഫസ്റ്റ് മോഡൽ എന്ന് പറയുന്നത് MSIയുടെ ആണ്. MSI MAG 25F എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇത് 25 ഇഞ്ചിന്റെ മോഡലാണ്. ഫുൾ HD ആണ് വരുന്നത്. 200 ഹെർട്സ് റീഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 0.5 മില്ലി സെക്കൻഡ് ആണ് റെസ്പോൺസ് റേറ്റ്. HDR റെഡി വരുന്നുണ്ട്. ഫ്രീസിംഗ് ടെക്നോളജി വരുന്നുണ്ട്. AI വിഷൻ വരുന്നുണ്ട്. അതുപോലെ ഇത് കുറച്ചുകൂടെ ഐ ഫ്രണ്ട്ലി ആണ്. അതായത് ഇതിന്റെ എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ബ്ലൂ ലൈറ്റ് കുറച്ച് കുറയ്ക്കും. അപ്പം നമുക്ക് ഒരുപാട് സ്ട്രെയിനിങ് കാര്യങ്ങളൊന്നും വരാൻ പോകുന്നില്ല ഈ ഒരു മോണിറ്റർ യൂസ് ചെയ്യുമ്പോൾ. ഡിസ്പ്ലേ പോർട്ട് ഉണ്ട്, HDMI ഉണ്ട്, ടിൽറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. അതായത് നിങ്ങൾക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, ടിൽറ്റ് ചെയ്യണമെങ്കിൽ ടിൽറ്റ് ചെയ്യാം. അപ്പോൾ ഇൻബിൽഡ് വരുന്ന സ്റ്റാൻഡ് നിങ്ങൾക്ക് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. അപ്പോൾ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് അണ്ടർ 10K ആണ്. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ ഏറ്റവും ബെസ്റ്റ് മോണിറ്ററാണ്. സോ നമ്മൾ രണ്ടാമത്തെ മോഡൽ എന്ന് പറയുന്നത് AOCയുടെ ആണ്. ഇതും 25 ഇഞ്ചിന്റെ മോണിറ്റർ തന്നെയാണ്. സോ നമ്മൾ രണ്ടാമത്തെ മോഡൽ എന്ന് പറയുന്നത് AOCയുടെ ആണ്. ഇതൊരു 24 ഇഞ്ചിന്റെ മോണിറ്ററാണ് കേട്ടോ. ഇത് IPS പാനലാണ്. നേരത്തെ പറഞ്ഞ MSIയുടെയും IPS പാനൽ തന്നെയാണ്. ഇതും IPS പാനലാണ്. 180 ഹെർട്സ് ആണ് റീഫ്രഷ് റേറ്റ് വരുന്നത്. ഇതിന്റെ കളർ ഗാമറ്റ് എന്ന് പറഞ്ഞാൽ sRGB റേറ്റ് എന്ന് പറഞ്ഞാൽ 126% വരുന്നുണ്ട്. HDR ആണ്. HDR 10 വരുന്നുണ്ട്. 1 മില്ലി സെക്കൻഡ് ആണ് MPRT വരുന്നത്. G-Sync കമ്പാറ്റബിലിറ്റി ഉണ്ട്. അതേപോലെ ഡിസ്പ്ലേ പോർട്ടും HDMI പോർട്ടും ഉണ്ട്. ഈ ഒരു മോണിറ്ററും നിങ്ങൾക്ക് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. അപ്പോൾ അണ്ടർ 10K സത്യം പറഞ്ഞാൽ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മോണിറ്റേഴ്സ് വളരെയധികം കുറവാണ്. അപ്പോൾ ഇത് IPS പാനലാണ്, 25 ഇഞ്ചാണ്. ഇപ്പോൾ ടോട്ടലി ഒരുപാട് മോണിറ്റേഴ്സ് നല്ല ബെസ്റ്റ് പ്രൈസിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ രണ്ട് മോണിറ്റേഴ്സ് നിങ്ങൾക്ക് ഗെയിമിംഗ് പ്ലസ് എഡിറ്റിംഗ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി രീതിയിൽ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ്. അതായത് നിങ്ങളൊരു 1080p 60 ഫ്രെയിംസ് 4Kയിലൊക്കെ അതായത് നിങ്ങൾ ഗെയിമിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല റീഫ്രഷ് റേറ്റ് ആണ്. അതേപോലെ ഈ രണ്ട് മോണിറ്റേഴ്സും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. നിങ്ങൾ യൂട്യൂബ് വീഡിയോസ് അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാം. അതായത് 3D മോഡലിംഗ്, VFX അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കുറച്ചുകൂടെ കോൺട്രാസ്റ്റ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള മോണിറ്ററാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. ബട്ട് ഇത് അണ്ടർ 10K ഏറ്റവും ബെസ്റ്റ് മോണിറ്റർ. സോ നമ്മുടെ മൂന്നാമത്തെ മോണിറ്റർ എന്ന് പറയുന്നത് Acer Nitro ആണ്. നൈട്രോ സീരീസ് വരുന്നതാണ് Acerന്റെ. അതായത് ഒരു മിഡ് ലെവൽ സീരീസിൽ വരുന്ന ഇതാണ് ഈ നൈട്രോ സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു 24 ഇഞ്ചിന്റെ മോണിറ്ററാണ്. ഇതിനകത്ത് വരുന്നത് IPS പാനൽ തന്നെയാണ്. 0.5 മില്ലി സെക്കൻഡ് റെസ്പോൺസ് റേറ്റ് ആണ്. 200 ഹെർട്സ് റീഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഹൈലി റീഫ്രഷ് റേറ്റ് ഗെയിമിങ്ങിന് ബെസ്റ്റാണ് ഈ ഒരു മോണിറ്റർ. പിന്നെ sRGB റേറ്റ് 99% വരുന്നുണ്ട്. HDR 10 വരുന്നുണ്ട്. 2 HDMI പോർട്ട്, ഒരു ഡിസ്പ്ലേ പോർട്ട് വരുന്നുണ്ട്. ബട്ട് ഈ ഒരു മോണിറ്റർ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ അല്ല. ഇതിനകത്ത് ഇൻബിൽഡ് സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് ചെറിയ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാനായിട്ട് എക്സ്റ്റേണൽ സ്പീക്കർ ഇല്ലാത്തവർക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു മോണിറ്ററിൻ്റെ സ്പീക്കർ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഐ കെയർ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് കുറച്ചുകൂടെയൊക്കെ ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ ഉള്ളതാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരുപാട് സ്ട്രെയിനിങ് കാര്യങ്ങളൊന്നും വരുന്നതായിരിക്കില്ല. സോ ഞാൻ ഈ പറഞ്ഞ മോണിറ്റർ തന്നെ 2 ഇഞ്ച് വരുന്നുണ്ട്. ഒന്ന് 24 ഇഞ്ചും ഒന്ന് 27 ഇഞ്ചും ആണ്. 24 എടുക്കണം 27 എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഡിഫറൻസ് ആയതുകൊണ്ട് 27 ഇഞ്ച് കിട്ടുന്നുണ്ട്. സെയിം ഫീച്ചേഴ്സ് തന്നെയാണ്. അപ്പോൾ ഞാൻ അതായത് 27 ഇഞ്ച് എടുക്കാനേ സജസ്റ്റ് ചെയ്യത്തുള്ളൂ. സോ നമ്മൾ അടുത്ത മോണിറ്റർ എന്ന് പറയുന്നത് ഹൈലി ഗെയിമിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു മോണിറ്ററാണ്. കാര്യം ഇത് ലെനോവോയുടെ ലീജിയൻ സീരീസിൽ വരുന്നതാണ്. ഇതെന്ന് പറയുന്നത് ഒരു 25 ഇഞ്ചിന്റെ മോണിറ്ററാണ്. അപ്പോൾ ഇതിന്റെ റീഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് 240 ഹെർട്സ് ആണ്. ഇതൊരു ഫുൾ HD ഡിസ്പ്ലേ ആണ്. 99% sRGB റേറ്റ് വരുന്നുണ്ട്. 90% DCP3 റേറ്റിംഗ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇത് വെറും ഗെയിമിംഗ് മാത്രമൊന്നും പറയാൻ പറ്റത്തില്ല. ഇത് പ്ലസ് എഡിറ്റിംഗ് കൂടി പറ്റിയ ഒരു മോണിറ്ററാണ്. അതായത് 240 ഹെർട്സ് റീഫ്രഷ് റേറ്റും വരുന്നുണ്ട്. അപ്പോൾ ഹൈലി ഗെയിമിംഗ് ചെയ്യുന്നവർക്ക് ഈ ഒരു മോണിറ്റർ ബെസ്റ്റ് ആയിരിക്കും. കാര്യം IPS പാനലാണ്. അപ്പോൾ ഗോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. DCP റേറ്റ് ഇത്രയും വരുന്നുണ്ട്. sRGB റേറ്റ് 99% വരുന്നുണ്ട്. നിങ്ങൾക്ക് എഡിറ്റബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോണിറ്റർ കൂടിയാണ്. പിന്നെ മറ്റു ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. ഇത് ഇൻബിൽഡ് സ്പീക്കർ വരുന്നുണ്ട്. അപ്പോൾ എല്ലാ പാക്കേജും ഇവിടെ വരുന്നുണ്ട് അണ്ടർ 15K. ഇത് പക്ഷേ 25 ഇഞ്ചാണ്. 24 അല്ല, 23.4 അല്ല, അങ്ങനെയല്ല, പെർഫെക്റ്റ്ലി 25 ആണ്. അപ്പോൾ അത്യാവശ്യം ഒരു 27 ഒക്കെ അടുപ്പിച്ച് വരുന്ന ഒരു ലെവലിലാണ്. അപ്പോൾ നല്ലൊരു മോണിറ്ററാണ്. അണ്ടർ 15K നോക്കുകയാണെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. ലെനോവോ ലീജിയൻ സീരീസ് വരുന്ന. സോ നമ്മൾ അടുത്ത മോണിറ്റർ എന്ന് പറയുന്നത് ബെൻക്യൂടെ ആണ്. അപ്പം ബെൻക്യൂടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മോണിറ്റേഴ്സ് കുറച്ച് ബിൽഡ് ക്വാളിറ്റി കുറച്ച് ബെറ്റർ ആണ്. ഞാനും പേഴ്സണലി ബെൻക്യൂടെ മോണിറ്റർ കുറേ നാൾ യൂസ് ചെയ്തതാണ്. അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി മാത്രമല്ല സ്ക്രീൻ ക്വാളിറ്റി കുറച്ചുകൂടെ ബെറ്റർ ആണ്. പിന്നെ അവരുടെ സർവീസാണ് എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അതായത് അവർ ഓൺ സൈറ്റ് റീപ്ലേസ്മെൻ്റ് ആണ്. വിത്തിൻ ഗ്യാരണ്ടി വാറണ്ടി തീരുന്നതിന് മുന്നേ ആണെന്നുണ്ടെങ്കിൽ അവർ ഓൺ സൈറ്റ് വന്ന് നമ്മൾ വീട്ടിൽ വന്ന് റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും പ്രൊഡക്റ്റ് എന്നുള്ളത്.
കാര്യം ഞാൻ പണ്ട് എൻ്റെ ഒരു മോണിറ്റർ റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 27 ഇഞ്ചിൻ്റെ മോബിയസ് ബെൻക്യൂ എന്ന് പറയുന്ന ആ ഒരു മോണിറ്റർ. അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. സോ ഇതെന്ന് പറയുന്ന ബെൻക്യൂടെ മോബി സീരീസ് വരുന്നത് തന്നെയാണ്. 25 ഇഞ്ചിൻ്റെ 220 ഹെർട്സ് റീഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 1 ms GTG ആണ് വരുന്നത്. GTG എന്ന് പറയുമ്പോൾ ഗ്രേറ്റ് ടു ഗ്രേ എന്നാണ്, മറ്റേന്ന് പറഞ്ഞാൽ MPRT ആണ്. അപ്പോൾ ഗ്രേറ്റ് ടു ഗ്രേ എന്ന് പറയുന്നത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ആണ് എന്നാണ് അവർ പറയുന്നത്. അതായത് ആ ഒരു കളർ റേഷ്യോ ആ പിക്ചർ ചേഞ്ച് ആവുന്നതെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അങ്ങനെ ജസ്റ്റ് ഒരു മാർക്കറ്റിംഗ് ടെക്നിക്ക് എന്ന് ഞാൻ പറയത്തുള്ളൂ. GTG എന്ന് പറയുന്നത് MPRT എന്ന് പറയുന്നതും വലിയ ഡിഫറൻസ് ഒന്നും വരാൻ പോകുന്നില്ല, ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ഒരു മാർക്കറ്റിംഗ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ GTG വെച്ചേക്കുന്നതേ ഉള്ളൂ. സോ ഇതിൻ്റെ GTG എന്ന് പറയുന്നത് 1 millisecond ആണ്. AMD ഫ്രീസിംഗ് വരുന്നുണ്ട്, ഡിസ്പ്ലേ പോർട്ട് വരുന്നുണ്ട്, HDMI പോർട്ട് വരുന്നുണ്ട്, 99% sRGB റേറ്റ് ആണ്. പിന്നെ ഇൻബിൽഡ് സ്പീക്കേഴ്സ് വരുന്നുണ്ട്, ബട്ട് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ അല്ല. അപ്പോൾ ഈ ബെൻക്യൂടെ മോബീസ് സീരീസിൽ വരുന്ന മോട്ടോഴ്സ് എല്ലാം നല്ല ബെസ്റ്റ് ക്വാളിറ്റിയാണ്, എഡിറ്റിങ്ങിന് ബെസ്റ്റ് ആണ്, അതേപോലെ ഗെയിമിങ്ങിനും ബെസ്റ്റ് മോട്ടർ തന്നെയാണ്. അപ്പോൾ അണ്ടർ 15K നിങ്ങൾ കുറച്ച് ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള മോട്ടർ, അതായത് സർവീസ് നിങ്ങൾ കുറച്ചുകൂടെ വാല്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ മോട്ടർ എടുക്കാം. ബട്ട് ഇത് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ അല്ല. അപ്പോൾ 15Kക്ക് സത്യം പറഞ്ഞാൽ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. സോ നമ്മൾ അടുത്ത മോട്ടർ എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ഓഫറിൽ കിട്ടാവുന്ന ഒരു മോട്ടറാണ്. അതായത് Acer Predator സീരീസ് വരുന്ന മോട്ടറാണ്. അതായത് ഒരു ഹൈ എൻഡ് ലെവലിൽ വരുന്ന മോണിറ്ററാണ്. ഇതെന്ന് പറയുന്നത് ഒരു 25 ഇഞ്ചിൻ്റെ IPS ഡിസ്പ്ലേയാണ്, ഫുൾ HD ആണ് വരുന്നത്. 300 ഹെർട്സ് റീഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. ഹൈലി ഗെയിമിംഗ് യൂസ് ചെയ്യാൻ പറ്റിയ മോണിറ്ററാണ്. 99% sRGB റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മോണിറ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്, അതേപോലെ ഇൻബിൽഡ് സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ 1 ms ആണ് BRB വരുന്നത്. അപ്പോൾ മോഷൻ ബ്ലറും കാര്യങ്ങളൊക്കെ കുറച്ച് ബെറ്റർ ആയിരിക്കും, ഗോസ്റ്റിംഗ് ഒക്കെ കുറവായിരിക്കും. 300 ഹെർട്സ് റീഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ പ്രൊഫഷണൽ ഗെയിമർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു മോണിറ്റർ യൂസ് ചെയ്യാം. അതേപോലെ നിങ്ങൾ കണ്ടന്റ് ക്രിയേഷനും ഈ ഒരു മോണിറ്റർ യൂസ് ചെയ്യാം. കാര്യം ഇത് Predator സീരീസ് വരുന്നത്. Predator സീരീസ് എന്ന് പറയുന്നത് Acerന്റെ ഹൈ എൻഡ് സീരീസിൽ വരുന്ന ഒരു ഇതാണ്, നൈട്രോയ്ക്ക് മുകളിലാണ്. സോ ഇതൊരു ബെറ്റർ ഓപ്ഷനാണ് ഇപ്പോഴത്തെ പ്രൈസിന് ഇത് മേടിക്കുക എന്നുള്ളത്. അപ്പോൾ Acerന്റെ സർവീസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാലും Acerന്റെ സർവീസും ബെറ്റർ തന്നെയാണ്, മറ്റ് നമ്മളുടെ ബെൻക്യൂ പോലെയൊക്കെ തന്നെയാണ്. ബട്ട് ഓൺ സൈറ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല, എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ബട്ട് Acerന്റെ സ്റ്റോറിൽ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട് സർവീസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അവരുടെ സ്റ്റോറിൽ പോയിട്ടുള്ള അനുഭവം വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് സർവീസാണ് Acerന്റെ എന്ന് പറയുന്നത്. സോ നമ്മൾ അടുത്ത മോട്ടർ എന്ന് പറയുന്നത് ഒരു ഏറ്റവും ബെസ്റ്റ് എഡിറ്റിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മോണിറ്ററാണ്. അതേപോലെ സിനിമ കാണാൻ പിന്നെ ഗെയിം ചെയ്യാനും ഒരു 2K ഡിസ്പ്ലേ വരുന്ന കിഡില മോണിറ്ററാണ്. ഈ ഒരു പ്രൈസിന് സാധാരണ രീതിയിൽ കിട്ടത്തില്ല. അപ്പോൾ ഇത് വ്യൂസോണിക് ആയതുകൊണ്ടായിരിക്കാം ഇത്രയും പ്രൈസിന് കൊടുക്കുന്നത്. വ്യൂസോണിക് നല്ലൊരു ബ്രാൻഡ് തന്നെയാണ്, പക്ഷേ നമ്മുടെ നാട്ടിൽ സർവീസ് സെൻറ്ററും കാര്യങ്ങളും കുറച്ച് കുറവാണ്. ബട്ട് സ്റ്റിൽ ബെസ്റ്റ് മോട്ടറാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിന്, അണ്ടർ 17K എന്ന് പറയുന്നത്. ഇതൊരു 2K ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിനകത്ത് 185 ഹെർട്സ് റീഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. IPS പാനലാണ്. അപ്പോൾ 1 ms ആണ് ഇതിനകത്ത് റെസ്പോൺസ് റേറ്റ് വരുന്നത്. 137% sRGB റേറ്റ് വരുന്നുണ്ട്. ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്, നിങ്ങൾക്ക് ടിൽറ്റ് ചെയ്യാം. പിന്നെ ഐ കെയർ ഫീച്ചറൊക്കെ ഉണ്ട്. ഡിസ്പ്ലേ പോർട്ട്, HDMI പോർട്ട് 2 വരുന്നുണ്ട്. സോ ഇതൊരു ബെസ്റ്റ് മോട്ടറാണ്. നിങ്ങൾ ഒരു കമ്പൈൻഡ് ആയിട്ട് എഡിറ്റിങ്ങിന് കുറേ കൂടെ പ്രിഫറൻസ് കൊടുക്കുന്നവർക്ക് ഈ മോട്ടർ ചൂസ് ചെയ്യാം. ബെസ്റ്റ് ക്വാളിറ്റിയാണ്. ഈവൻ നിങ്ങൾ 3D മോഡലിംഗ് റെൻഡറിംഗ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ മോട്ടർ ബെസ്റ്റ് തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് സൈഡിൽ ഗെയിമിംഗ് ചെയ്യാനുള്ളത് ബെസ്റ്റ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മോട്ടർ അണ്ടർ 17K ആണ്. നിങ്ങൾക്ക് ഇപ്പോഴത്തെ എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് ഓഫർ തന്നെയാണ്. ഇത് എബവ് ഒരു 20K പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ മോട്ടർ എടുക്കാൻ ഞാൻ പറയത്തില്ല. സോ അടുത്തതെന്ന് പറയുന്നത് ഒരു അൾട്രാ വൈഡ് സീരീസിൽ വരുന്ന മോട്ടറാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് അൾട്രാ വൈഡ് ആയിട്ടുള്ള മോട്ടോർസ് ഭയങ്കര ഇഷ്ടമാണ്, എസ്പെഷ്യലി എഡിറ്റ് ചെയ്യുന്നവർക്ക്. സോ അവർക്കാണ് ഈ ഒരു മോട്ടർ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഗെയിമിംഗ് ചെയ്യുന്നവർക്ക് ഫുൾ സ്ക്രീൻ വരണമെന്നില്ല. കാര്യം 2 സൈഡിലും ബ്ലാക്ക് ബാക്സ് ഒക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാര്യം ഫുൾ സ്ക്രീനായിട്ട് വരാൻ ചാൻസ് കുറവാണ്. സോ ബട്ട് നിങ്ങൾ ഡുവൽ സ്ക്രീനിലൊക്കെ എഡിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 മോട്ടർ വേണം, ഒരു സിംഗിൾ മോട്ടർ തന്നെ എഡിറ്റ് ചെയ്യാനാണെങ്കിൽ ഈ ഒരു മോട്ടർ ബെസ്റ്റാണ് Acerന്റെ. ഇതൊരു 29.5 ഇഞ്ചാണ് വരുന്നത്. ഇതിനകത്ത് 1 ms ആണ് BRB വരുന്നത്. 200 ഹെർട്സ് റീഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. അതായത് ഇത് ഗെയിമിങ്ങിന് സജസ്റ്റബിൾ ആണ്. DCP റേറ്റ് 93% വരുന്നുണ്ട്. AMD ഫ്രീസിംഗ് വരുന്നുണ്ട്. 2 HDMI പോർട്ട് വരുന്നുണ്ട്. പിന്നെ ലുക്കിലും അത്യാവശ്യം ഒരു ബെറ്റർ ലുക്കുള്ള ഒരു മോട്ടറാണ്. വൈറ്റ് കളറാണ് വരുന്നത്. ഇതിന്റെ ബാക്ക് സൈഡിൽ LED ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു ബെറ്റർ മോട്ടർ തന്നെയാണ്. സോ നമ്മുടെ നെക്സ്റ്റ് മോട്ടർ എന്ന് പറയുന്നത് LGയുടെ ആണ്. സോ ഏറ്റവും ബെസ്റ്റ് പിക്ചർ ക്വാളിറ്റി ഏത് മോട്ടറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി സാംസങ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് LGയുടെ ആണ്. കാര്യം LGയുടെ കളർ റേഷ്യോ എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റാണ്. ഈവൻ IPS പാനലായാലും VA പാനലായാലും. സോ ഇതെന്ന് പറയുന്നത് ഒരു 32 ഇഞ്ചിൻ്റെ കേവ് മോട്ടറാണ്. ബട്ട് ഇതിൻ്റെ കേവ് എന്ന് പറയുന്നത് വെറും 1000 R ആണ്. അപ്പോൾ റേഡിയസ് വെറും 1000 ഉള്ളൂ. മറ്റേന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ Acer എന്ന് പറഞ്ഞാൽ 1500 ആണ്. അപ്പോൾ കേവിൻ്റെ അളവ് കുറച്ച് കുറവായിരിക്കും, പക്ഷേ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. നമ്മുടെ വ്യൂയിങ് ആംഗിൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ കേവ് മോണിറ്റർ വേണമെന്നുള്ളവർക്കും വ്യൂയിങ് ആംഗിൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വേണമെന്നുള്ളവർക്ക് ഈ ഒരു മോണിറ്റർ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു 180 ഹെർട്സ് റീഫ്രഷ് റേറ്റ് ആണ് വരുന്നത്.
കോഡ് HD ആണ്, അതായത് ഇതൊരു 2K ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ AMD ഫ്രീസിംഗ് വരുന്നത് HDR10 ആണ്. ഡിസ്പ്ലേ പോർട്ട് വരുന്നുണ്ട്, ബട്ട് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ അല്ല. സോ ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ ബെറ്റർ മോണിറ്ററാണ്. LG ബെറ്റർ പിക്ചർ ക്വാളിറ്റി കിട്ടും. അപ്പോൾ ഈ ഒരു മോണിറ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എഡിറ്റിംഗ് പർപ്പസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോണിറ്ററാണ്. അതേപോലെ കണ്ടന്റ് ക്രിയേഷനും പിന്നെ ഗെയിമിങ്ങിനും യൂസ് ചെയ്യാം. 180 Hz റീഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. ബട്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോഷോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനായിട്ട് VA പാനൽ വരുന്ന മോണിറ്റേഴ്സ് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. കാര്യം കോൺട്രാസ്റ്റ് റേഷ്യോ കുറച്ചുകൂടെ ബെറ്റർ ആണ്. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് മോണിറ്റർ എന്ന് പറയുന്നത് LG തന്നെയാണ്. സോ ഇതെന്ന് പറയുന്നത് കുറച്ചുകൂടെ പ്രീമിയം കാറ്റഗറി വരുന്ന മോണിറ്റേഴ്സ് ആണ്. കാര്യം ഇത് 27 ഇഞ്ചിന്റെ IPS പാനലാണ്, 2K ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ ഇതിന്റെ പ്രൈസും അതിനനുസരിച്ച് കൂടുതലാണ് LG ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതിന്റെ റീഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് ഒരു 180 Hz ആണ്. ബട്ട് നമുക്കിത് ഓവർക്ലോക്ക് ചെയ്ത് 200 Hz ആക്കാം. IPS ആണ്. NVIDIA G-Sync കമ്പാറ്റബിലിറ്റി വരുന്നുണ്ട്. 99% sRGB റേറ്റ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു പ്രീമിയം ക്വാളിറ്റിയിലുള്ള ബെസ്റ്റ് കളർ റേഷ്യോ, അതേപോലെ നിങ്ങൾ കൺസോളൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്തൊക്കെ യൂസ് ചെയ്ത് കളിക്കാനും ബെസ്റ്റ് മോണിറ്റർ തന്നെയാണ്. സോ അടുത്ത മോണിറ്റർ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് മോണിറ്ററാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് വൈഡ് ആംഗിൾ മോണിറ്റേഴ്സ് ഇഷ്ടമാണ്. എനിക്കും വൈഡ് ആംഗിൾ മോണിറ്റേഴ്സ് ഇഷ്ടമാണ്. അതായത് നമുക്ക് 2 ഡിസ്പ്ലേ യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഒറ്റ സ്ക്രീനിൽ തന്നെ 2 വിൻഡോ ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ 3 വിൻഡോ ഓപ്പൺ ചെയ്യാം. അതേപോലെ ഒരു അൾട്രാ വൈഡ് മോണിറ്ററിൽ ഗെയിമിംഗ് ചെയ്യുന്നതും ഒരു ബെസ്റ്റ് ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. സോ MSIയുടെ ഈ ഒരു 34 ഇഞ്ചിൻ്റെ മോണിറ്ററാണ്. അപ്പോൾ ഇത് 1500 ആണ് ഇതിൻ്റെ റേഡിയസ് വരുന്നത്. അത്യാവശ്യം നല്ല കർവാണ്. 2K ആണ് ഇതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത്. ഇതിനകത്ത് 180 Hz റീഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 1 millisecond ആണ് MPRT വരുന്നത്. അഡാപ്റ്റീവ് സിങ്ക് ഉണ്ട്, HDMI ഉണ്ട്, 95% DCP റേറ്റ് വരുന്നുണ്ട്. AI വിഷൻ വരുന്നത് HDR ആണ്. ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്യാവശ്യം മൂവി കാണാനും അതേപോലെ എഡിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങൾ മൾട്ടി ടാസ്ക് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മോണിറ്ററാണ് 34 ഇഞ്ചിൻ്റെ. അപ്പോൾ സാധാരണ രീതിയിൽ ഇത്രയും വലിയ മോണിറ്റർ എന്നൊക്കെ പറയുന്നത് എബവ് 30K ഒക്കെ ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ എബവ് ഒരു 28K അങ്ങനെ ഒരു റേഞ്ചിലായിരിക്കും പോകുന്നത്. ബട്ട് ഈ ഒരു പ്രൈസിന് ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. സോ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ മോണിറ്റേഴ്സും ഗെയിമിംഗ് പ്ലസ് കണ്ടന്റ് ക്രിയേഷന് പറ്റിയിട്ടുള്ള മോണിറ്റേഴ്സ് ആണ്. അപ്പോൾ വെറും കണ്ടന്റ് ക്രിയേഷൻ അല്ലെങ്കിൽ വെറും എഡിറ്റിംഗ്, അതായത് 3D മോഡലിംഗ്, VFX അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മോണിറ്ററാണ് നെക്സ്റ്റ് ഞാൻ പറയുന്നത്. അത് നമ്മളുടെ LGയുടെ തന്നെയാണ്. IPS പാനലാണ് ഇതിനകത്ത് വരുന്നത്. സോ ഇതൊരു 27 ഇഞ്ചിന്റെ മോണിറ്ററാണ്. ഇതിനകത്ത് 4K ഡിസ്പ്ലേ ആണ്. ഇതിനകത്ത് 90% DCP റേറ്റ് വരുന്നത്. HDR10 ആണ്. അതേപോലെ ഫ്ലിക്കർ ഫ്രീ ആണ്. HDMI പോർട്ട്, ഡിസ്പ്ലേ പോർട്ട് എല്ലാം വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇത് വെറും 60 Hz ആണ്. അപ്പോൾ ഞാൻ ഈ 100 Hz 60 Hz റീഫ്രഷ് റേറ്റ് ഉള്ള മോണിറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് എൻ്റെ ഒരു അനുഭവം ഞാൻ പറയുന്നത് 60 Hz പോകുമ്പം നിങ്ങൾക്ക് കുറച്ച് ലാഗിങ് ചെയ്യുന്ന പോലെ ഒരു ഫീൽ വരാം. ബട്ട് എഡിറ്റിംഗ് മാത്രം, അതായത് നിങ്ങൾ 3D മോഡലിംഗ്, റെൻഡറിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നോക്കുന്നത്. ബട്ട് നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മോണിറ്ററാണ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മോണിറ്റർ ചെയ്യും. അല്ലാതെ ഈ ഒരു 4K ഡിസ്പ്ലേ വരുന്ന മോണിറ്റേഴ്സ് എല്ലാം ഒരു എബവ് 20-25Kയിലായിട്ടാണ് പോകുന്നത്. ബട്ട് ഇത് അണ്ടർ 20K ആണ്. അപ്പോൾ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഒരു മോണിറ്റർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കുറച്ച് പേർക്ക് ഡൗട്ട് ഉണ്ടാകും, സെബ്രോണിക്സിന്റെ മോണിറ്റർ യൂസ് ചെയ്ത പ്രശ്നമുണ്ടോ? സെബ്രോണിക്സിന്റെ മോണിറ്റേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളെ ഭാഗ്യം പോലെ ഇരിക്കും. സെബ്രോണിക്സിന്റെ എല്ലാ പ്രൊഡക്ട്സും നിങ്ങളെ ഭാഗ്യം കണക്കിരിക്കും. കാര്യം അവരുടെ പ്രൊഡക്ട്സ് ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. ബിൽഡ് ക്വാളിറ്റിയും കുഴപ്പമില്ല, ബട്ട് ഡിഫക്റ്റീവ് വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അതേപോലെ അവർ സർവീസ് സെൻറ്റേഴ്സും വളരെയധികം കുറവാണ്. ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് വേറെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ബട്ട് സ്റ്റിൽ ഇതൊരു നല്ല പ്രൊഡക്റ്റാണ് ഈ ഒരു സെബ്രോണിക്സിൻ്റെ ഈ ഒരു 25 ഇഞ്ചിൻ്റെ. എങ്ങനെ പോയാലും നിങ്ങൾക്ക് ഇതിൻ്റെ വാറണ്ടി തീരുന്ന വലിയ ഇഷ്യൂസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. പക്ഷേ വാറണ്ടി തീരുമ്പോഴായിരിക്കും ഇതിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരാൻ. സോ ആഫ്റ്റർ ഓൾ എല്ലാം നിങ്ങളുടെ ചോയ്സാണ്. സോ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ഓഫേഴ്സിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് മോട്ടോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വേറെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും.